പൂക്കോട് വെറ്ററിനറി കോളേജിലെ വിദ്യാർത്ഥി JS സിദ്ധാർത്ഥന്റെ മരണത്തിൽ പ്രതികളുടെ ജാമ്യഹർജിയിൽ സിദ്ധാർത്ഥന്റെ മാതാവിനെ കൂടി ഹൈക്കോടതി കക്ഷി ചേർത്തു. ജാമ്യഹർജി പരിഗണിക്കവേ തന്റെ ഭാഗം കൂടി കേൾക്കണം എന്ന ആവശ്യം കോടതി അംഗീകരിച്ചു. ഹർജി ഈ മാസം 22-ന് പരിഗണിക്കും. ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേർന്നു. ശ്രീകാന്ത്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഈ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസമാണ് സിദ്ധാർത്ഥന്റെ മാതാവ് ഹൈക്കോടതിയിൽ ഒരു ഹർജി നൽകിയത്. അതിൽ കക്ഷി ചേരൽ ഹർജിയാണ് അവർ നൽകിയിട്ടുള്ളത്. ആ കക്ഷി ചേരൽ ഹർജി ഇന്നിപ്പോൾ കോടതി അംഗീകരിച്ചിരിക്കുന്നു. അമ്മയെ ഈ കേസിൽ കക്ഷിയാക്കിയിരിക്കുന്നു. പ്രതികളുടെ ജാമ്യാപേക്ഷ തള്ളണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് സിദ്ധാർത്ഥന്റെ അമ്മ കക്ഷിചേരൽ ഹർജി നൽകിയത്. നിലവിൽ അതിന്മേൽ വാദം കേൾക്കാം എന്ന് കോടതി സമ്മതിച്ചിരിക്കുന്നു. ജാമ്യ ഹർജിയിൽ തന്റെ ഭാഗം കൂടി കേൾക്കണം എന്ന സിദ്ധാർത്ഥന്റെ അമ്മയുടെ ആവശ്യം കോടതി അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രതികളുടെ ജാമ്യ ഹർജി ഈ മാസം 22-ന് പരിഗണിക്കാനായി മാറ്റി. ആ ഘട്ടത്തിൽ സിദ്ധാർത്ഥന്റെ മാതാവിന്റെ ആവശ്യം കൂടി കോടതി പരിഗണനയ്ക്കെടുക്കും. അതിൽ സിദ്ധാർത്ഥന്റെ മാതാവ് പറയുന്നത് പ്രതികൾക്ക് ജാമ്യം നൽകിയാൽ തെളിവ് നശിപ്പിക്കാനും സാക്ഷികളെ സ്വാധീനിക്കാനും സാധ്യതയുണ്ട്. ശരി.